ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രീ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വാട്ടർ പ്യൂരിഫയർ ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ച കേട്ടോ. ഇതിന് നമുക്ക് ലോക്കൽ സർവീസ് ഒന്നും കിട്ടത്തില്ല. 4000 സംതിങ് രൂപ ഇതിന് വിലയുള്ളൂ. അതുകൊണ്ട് സർവീസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാ സർവീസും സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു അഡീഷണൽ UF മെംബ്രെയിൻ പുറത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരമാണ് കേട്ടോ. ശരിക്കും ഇത് എന്നോട് അഹന്ത എന്നൊക്കെ പറയുന്ന മാതിരി അത് അഡീഷണലായിട്ട് ഞാൻ ഫിറ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ആദ്യം നമുക്കത് മുകളിലൂടെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ പ്രീ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് ഇതൊരു കാറ്റിൽ ഫിൽട്ടറാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നോബ് കണ്ടോ, അതായത് ഇത് നമ്മുടെ വാട്ടർ പ്യൂരിഫയറിലേക്ക് വെള്ളം കൊടുക്കുന്ന നോബാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ക്ലോസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ പൈപ്പിന് ചുറ്റും ഒരു റിങ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും ഈ ഒരു ചെറിയ റിങ് ഇതിന് ചുറ്റും കിടപ്പുണ്ട്. ആ റിങ് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട്, അതായത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ പൈപ്പ് നമ്മൾ വൈരാഗ്യത്തോടെ വലിച്ചൂരിയെടുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതായത് ഇതിൻ്റെ ഇൻലെറ്റ് പൈപ്പ്, അതായത് നമ്മുടെ കാൻഡിൽ ഫിൽറ്ററിലേക്കുള്ള ഇൻലെറ്റ് പൈപ്പാണ്. അതും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വൈരാഗ്യത്തോടെ വലിച്ചൂരിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൈപ്പൊക്കെ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാൻഡിൽ ഫിൽറ്റർ ഇവിടുന്ന് പൊക്കിയെടുക്കാം. ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനി തുറന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇവിടോട്ട് ഇതിനെ സ്ഥാപിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ അതായത് വളരെ ശക്തിയോടുകൂടി ഇതിനെ ഇങ്ങനെ തുറക്കുക. തുറന്ന് നമ്മളിങ്ങനെ ഇത് എടുക്കണം, പുറത്തേക്ക് എടുക്കണം. നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഒരു പുച്ഛത്തോടു കൂടി ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് ചെളിയും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫിൽറ്റർ മാറ്റി പുതിയ ഫിൽറ്റർ ഇടണം. അപ്പോൾ ഞാനാണെങ്കിൽ ഫിൽറ്റർ ഒന്ന് പൊക്കിയെടുക്കുകയാണ്. എങ്ങനെയുണ്ട് ഫിൽറ്റർ? അഴുക്കുണ്ട് ചെറുതായിട്ടല്ലേ? മാറ്റാറായോ? മാറ്റാറായിട്ടില്ല. ആയിട്ടില്ല. അകത്ത് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പുറത്ത് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് മാറ്റാറായിട്ടില്ല എന്നാണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. എന്തോ ഇതിൻ്റെ പറ്റി ഇതൊന്ന് കഴുകി നോക്കാം നമുക്കൊന്ന്. കഴുകിയിട്ട് പോകുന്നുണ്ടോ? അത് കഴുകിയിട്ട് അഴുക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് സാധാരണയായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലെ വെള്ളം പോലെ എന്താ പറയുന്നത്, ഇമ്പ്യൂരിറ്റീസ് ഒന്നും അധികം ഇല്ലാത്ത വെള്ളമാണ്. ആകെ 20 TDS ഒക്കെ മാത്രമേ നമ്മളുടെ TDS മീറ്ററിലൊക്കെ കാണിക്കാറുള്ളൂ. 20 TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന വെള്ളങ്ങളൊക്കെ ഒരു 100 TDSനടുത്തൊക്കെ ഇത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതായത് ഏറ്റവും നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ 100 TDSനടുത്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിന് നമുക്കൊരു 20 TDSനടുത്തൊക്കെ ഇത് കാണിക്കാറുള്ളൂ, ഇമ്പ്യൂരിറ്റീസ് കാണിക്കാറുള്ളൂ. അതായത് ടോട്ടൽ ഡിസോൾവ്ഡ് സോൾവെൻ്റ് എന്നുള്ളതാണ് TDS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ TDS ഒക്കെ വളരെ കുറഞ്ഞ, വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. എങ്കിലും നമ്മൾ ഈ പ്യൂരിഫയർ വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പാത്തജൻസ്, അണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് എടുത്ത് കുടിക്കാവുന്ന വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തിളപ്പിക്കാതെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ അഴുക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത് കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിതൊന്ന് കഴുകാൻ വേണ്ടി പോവുകയാണ്. വെള്ളമുണ്ട്. നല്ല തിരിച്ച് എഴുതണം അല്ലേ? അതായത് നമ്മളിതിനെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ വിം ലിക്വിഡൊക്കെ ഇതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ശരിക്ക് കഴുകിയെടുക്കണം. കുപ്പി കഴുകുന്ന ആ സാധനം വെച്ചിട്ടാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൈ ഇതിനകത്ത് എനിക്കിടാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിതിനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനം ഒന്ന് തേച്ച് കഴുകിയാലോ? ഞാൻ ഫോണിലുണ്ടതേ ഒരു വഴിക്കാരെ ഇങ്ങനെ ബ്ലോക്കായിട്ടേ ഞാൻ നിൽക്കുവായിരുന്നു. എന്നിട്ട് ഒരു കാർ വന്നിട്ട് സ്പീഡിൽ വന്ന് ഇടിച്ചിട്ടേ ആ ബൈക്കിലുള്ള ആള് മരിച്ചു പോയി. ആരാ എവിടെ മരിച്ചു പോയത്? ഫോണിൽ കണ്ടു എന്നാ പറയുന്നത്. വാർത്തയാണോ? കണ്ടു നോക്കണം. അമ്മ അത്ര പോകാനുള്ള അഴുക്കൊന്നും ഇല്ലേ? ആണോ? ഏതായാലും നമുക്ക് നോക്കാം അത് പോകുന്ന അഴുക്കാണോ. അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കി. അകത്ത് കളർ വ്യത്യാസമാണ്. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി അപ്പോൾ തിരിച്ച് അതിനകത്തേക്ക് നമ്മൾ ഇത് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇത് തിരിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ച് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം. അവിടെ സെറ്റ് ചെയ്തു. ഇതിൻ്റെ അടപ്പ് എന്ത് ചെയ്യും? ഇതല്ലേ അടപ്പ് ഞാൻ ഇന്നോടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മളിത് അടയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചു. നമ്മൾ തിരിച്ച് ഇങ്ങനെ അടയ്ക്കുകയാണ്. അടച്ചതിന് ശേഷം നമ്മളിങ്ങനെ ശക്തിയായിട്ട് മുറുക്കി കൊടുക്കണം. നമ്മൾ മുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇതിനെ അതേ സ്ഥലത്തേക്ക് തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് ഹോളടിച്ചതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നമുക്കാണെങ്കിൽ കറക്റ്റ് ഒരു പ്ലേസ്മെൻറ്റിന് ബുദ്ധിമുട്ടാണ്. കയറിയിട്ടുണ്ട്. ഓണാണോ വീഡിയോ? അതായത് ഞാനിവിടെ വന്ന് ഇലക്ട്രീഷ്യനോട് ഒരു 2 ഹോൾ അടിച്ച് തരാൻ പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹം ഹോൾ അടിച്ചാണ് ആ സാധനം അവിടെ സെറ്റ് ചെയ്തത്. അപ്പം ഹോളിന് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നുപോയി. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും മസിൽ പിടിക്കേണ്ടി വരുന്നത് അവിടെ വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തിരിച്ച് കണക്ട് ചെയ്യണം. നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പ്, അതായത് പ്യൂരിഫയറിലേക്കുള്ള പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇൻലെറ്റ് അല്ല, ഔട്ട്ലെറ്റാണത്. ഇൻലെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇൻലെറ്റ് പൈപ്പാണ് കണക്ട് ചെയ്യേണ്ടത്. താഴെ കൊണ്ടിറക്കുക. നമുക്ക് പൈപ്പിലാണ് കഴുകിയിടണം. പൈപ്പിനെ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പുറകെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഇതൊന്നുമില്ല കേട്ടോ. നേരെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ പ്രസ് ചെയ്ത് എന്താ പറയുന്നത്, ഇതിൻ്റെ റിങ് പ്രസ് ചെയ്ത് പിടിക്കണമെന്ന് ആവശ്യമില്ല. പക്ഷേ ശരിക്കും അകത്തേക്ക് കയറി എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ എൻ്റെ ഇൻലൈറ്റ് പൈപ്പ് ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
നമുക്കിതിനെ ഓൺ ചെയ്ത് നോക്കാം. അത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ TDSും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ മെഷീൻ്റെ വെള്ളത്തിനകത്ത്, അതായത് നമ്മളുടെ പ്യൂരിഫയറിലെ വെള്ളത്തിനകത്ത് TDS നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ TDS മെഷീൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ TDS മെഷീൻ. അപ്പോൾ ഞാൻ TDS മെഷീൻ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാം. ആദ്യം അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ക്യാപ്പിനകത്തേക്കാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ പ്യൂരിഫയർ. അപ്പോൾ പ്യൂരിഫയറിൽ നിന്ന് നമ്മൾ വെള്ളം അതിൻ്റെ ക്യാപ്പിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്പിനകത്തേക്ക് നമ്മളുടെ TDS മീറ്റർ ഒന്ന് മുക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ സെൻസർ ഒന്ന് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് വാല്യൂ അത് കാണിക്കും. 10. അപ്പോൾ നമ്മൾ 10 TDS ആണ് നമ്മൾ മെഷീനിൽ നിന്ന് എടുത്ത വെള്ളത്തിനകത്തുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം TDS ആണ്. അപ്പോൾ ഞാൻ പൈപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ക്യാപ്പിനകത്തേക്ക് നേരത്തെ വെള്ളമൊക്കെ കഴുകി കളഞ്ഞിട്ട് നമുക്ക് പുതിയ വെള്ളം പൈപ്പിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ TDS മീറ്റർ അതിനകത്തേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുകയാണ്. എത്ര TDS കാണിക്കുന്നത്? 20. അതായത് നമ്മുടെ ഈ വെള്ളത്തിനകത്ത് ആകെ 20 TDS മാത്രമേ ഉള്ളൂ. 20 TDS മാത്രമേ ഈ വെള്ളത്തിനകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ വെള്ളം പോലെയല്ല, നമ്മുടെ ഇവിടുത്തെ വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. എങ്കിലും നമ്മൾ ഈ പ്യൂരിഫയറോടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിളപ്പിക്കാതെ വെള്ളം നമുക്ക് ഡയറക്റ്റ് എടുത്ത് കുടിക്കാമല്ലോ എന്നുള്ളൊരു സൗകര്യം കൊണ്ടാണ് ഇത് ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.